ഐക്യതയിലും ഹൃദയത്തിനകത്ത് ഭിന്നതയൊന്നും ഭാവിക്കാതെ സഭ കെട്ടുറപ്പുള്ള ക്രിസ്തുവിൽ വേരൂന്നിയ ഉറപ്പുള്ള കെട്ടിടമായി തീരട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം പഠിച്ചുകൊണ്ടിരുന്ന വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ധ്യാനിച്ച വചനം എന്താ? പറഞ്ഞാട്ടോ. പറഞ്ഞാട്ടെ. വിശ്വാസം എന്നതോ ഹല്ലേലൂയ. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. മതി. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു അല്ലെ? നമ്മുടെ രക്ഷയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേറ്റ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയെ കുറിച്ച് വിശദമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്ഷയെ നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ ഉറപ്പിക്കണം. നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ അകത്ത് സൂക്ഷിക്കണം. നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ അകത്ത് വളർത്തണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനയാണ്. സ്തോത്രം. എങ്ങനെയാണ് ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? നമ്മൾ സ്നാനപ്പെടുമ്പോഴല്ല രക്ഷിക്കപ്പെടുന്നത്. പിന്നെയോ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. സ്തോത്രം. എന്താ ദൈവത്തിന്റെ കൃപ? എന്താ ദൈവത്തിന്റെ കൃപ? നമ്മൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടതെന്ന് പഠിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തിയത് വിശ്വാസം മൂലം നാം പ്രാപിച്ചു. അതാ രക്ഷ. ദൈവത്തിന്റെ രക്ഷ ദൈവം വെളിപ്പെടുത്തി. ദൈവം വെളിപ്പെടുത്തിയ രക്ഷയെ ഞാൻ നിങ്ങൾ വിശ്വാസത്താൽ പ്രാപിച്ചു. ഹല്ലേലൂയ. അതാണ് രക്ഷ. അങ്ങനെയെങ്കിൽ എന്താ ദൈവത്തിന്റെ കൃപ? ഹല്ലേലൂയ. എന്താ ദൈവത്തിന്റെ കൃപ? പറഞ്ഞട്ടെ. എന്താ ദൈവത്തിന്റെ കൃപ? ഹല്ലേലൂയ. നാം കഴിഞ്ഞ ആഴ്ചയിൽ നാം അല്പമായി ധ്യാനിച്ചതാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? ഹല്ലേലൂയ. ദൈവം അവരോട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ദൈവം അവരോട് പറഞ്ഞു. ദൈവം എന്താ അവരോട് പറഞ്ഞത്? എന്താ ഇസ്രായേൽ മക്കൾ ചെയ്തത്? ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? അവർ 1 വയസ്സ് പ്രായം ചെന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്തു. ഹല്ലേലൂയ. ആട്ടിൻകുട്ടിയെ അവർ എടുക്കുമ്പോൾ ആ ആട്ടിൻകുട്ടിയെ അവർ മുഴുവനായി പരിശോധിക്കണം. എന്തെങ്കിലും ഊനമുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി അവർ ആട്ടിൻകുട്ടിയെ പരിശോധിക്കണം. കണ്ണിന് കാഴ്ച കുറവുണ്ടോ? ചെവിയിൽ കേൾവി കുറവുണ്ടോ? കാരണം വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ഒരു ഊനവും പാടില്ല. സ്തോത്രം. ബലമുള്ള, ഹല്ലേലൂയ, ആരോഗ്യമുള്ള 1 വയസ്സ് പ്രായം ചെന്ന ആട്ടിൻകുട്ടിയെ നിങ്ങൾ എടുക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. ഹല്ലേലൂയ. അവർ ആട്ടിൻകുട്ടിയെ ഇസ്രായേൽ ജനം തന്നെ 1 വയസ്സ് വരെ വളർത്തി. ആ 1 വയസ്സ് ചെന്ന ആട്ടിൻകുട്ടിയെ അവർ തന്നെ പിടിച്ചു. അവർ തന്നെ അതിനെ പരിശോധിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് 14-ാം തീയതി സന്ധ്യാസമയത്ത്
ആ ആട്ടിൻകുട്ടിയെ തിന്നത്തക്കവണ്ണമുള്ള കുടുംബക്കാരെയും അയൽവാസികളെയും വിളിച്ചു. കാരണം ദൈവത്തിന്റെ കൽപ്പനയാണ് പിറ്റേന്നാൾ ശേഷിപ്പിക്കരുത്. ഹല്ലേലൂയ. ആട്ടിൻകുട്ടിയെ തിന്നു തീർക്കുവാൻ തക്ക നിലവാരത്തിലുള്ള ആളുകളുടെ എണ്ണം നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടാക്കണം. ഹല്ലേലൂയ. ആടിന്റെ പെരുപ്പത്തിനനുസരിച്ച് ആൾക്കാരുടെ എണ്ണം ഇസ്രായേൽ ജനം തികയ്ക്കണം. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? സന്ധ്യാസമയത്ത് ഈ ആട്ടിൻകുട്ടിയെ അവർ അറുക്കണം. ഹല്ലേലൂയ. ആട്ടിൻകുട്ടിയെ അറുത്തതിനു ശേഷം അതിന്റെ രക്തം ഒരു പാത്രത്തിൽ എടുത്തു വെക്കണം. എടുത്തു വെച്ചതിന് ശേഷം ഇസ്രായേൽ ജനം ആ രക്തത്തെ വാതിലിന്റെ കട്ടളക്കാലിലും കുറുമ്പടിമേലും പുരട്ടണം, വാതിൽ അടയ്ക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ഭവനത്തിനകത്ത് തന്നെ ഇരിക്കണം. അതിനുശേഷം ഈ ആട്ടിൻകുട്ടിയെ വേവിക്കണം. അതിന്റെ മാംസം എന്ത് ചെയ്യണം? തിന്നണം. എങ്ങനെയാ തിന്നേണ്ടത്? തിടുക്കത്തോടെ തിന്നണം. അരകിട്ടണം. ഹല്ലേലൂയ. വടി പിടിക്കണം, കാലിൽ ചെരിപ്പിടണം. ഇങ്ങനെ അരകെട്ടിയും കാലിൽ ചെരിപ്പിട്ടും വടി പിടിച്ചും ഹല്ലേലൂയ ഈ ആട്ടിൻകുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യണം? തിന്നണം. സ്തോത്രം. ഹല്ലേലൂയ. അവർ ഇത്രയും ചെയ്തു രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ അവർ വളരെ അധ്വാനിക്കുകയാണ്. അവർ വളരെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അവസാനം സംഹാരകൻ വെളിപ്പെട്ടു വന്നു. സംഹാരകൻ വെളിപ്പെട്ടു വന്നപ്പോൾ രക്തം കട്ടളക്കാലിന്മേൽ കുറുമ്പടിമേൽ അടയാളമായിരിക്കുന്ന ഭവനത്തിൽ സംഹാരകൻ തൊട്ടില്ല. ദൈവത്തിന്റെ ക്രോധം തൊട്ടില്ല. അങ്ങനെ ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ നിന്നും ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെട്ടു. എങ്ങനെയാ അവർ രക്ഷിക്കപ്പെട്ടത്? അവർ അധ്വാനിച്ച് രക്ഷിക്കപ്പെട്ടു. അവർ പ്രവൃത്തിയിലൂടെ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയുണ്ട്. ഇസ്രായേൽ മക്കൾ രക്ഷിക്കപ്പെട്ടതുപോലെ സഭയും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ സഭയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നിങ്ങളെ സഭയ്ക്കകത്ത് ക്രിസ്തു ആക്കി വെക്കത്തുള്ളൂ. സഭയ്ക്കകത്ത് ദൈവം ആക്കി വെക്കത്തുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങൾ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ പിതാവാം ദൈവം ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങളെ സഭയ്ക്കകത്ത് ആക്കി വെക്കത്തില്ല, ക്രിസ്തുവിനോട് കൂടെ ചേർത്ത് വെക്കത്തില്ല. മറിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ വചനം പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറഞ്ഞത്, നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉറപ്പിക്കണം. നിങ്ങളുടെ രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ബോധമുണ്ടാകണം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്ന ഉറപ്പ്, നിശ്ചയം നിങ്ങൾക്കുണ്ടാകണം. ഹല്ലേലൂയ. ഈ നിശ്ചയവും ഈ ഉറപ്പും ഇല്ലാത്ത ഒരു വ്യക്തി പോലും സഭയ്ക്കകത്ത് കാണത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം വചനത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. എന്താ ദൈവത്തിന്റെ കൃപ? എന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടു എന്ന് വിശുദ്ധ തിരുവെടുത്ത് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ രക്ഷ പ്രാപിക്കുവാൻ വെളിപ്പെട്ട കൃപ എങ്ങനെ? കൃപ ഏതാ? പഠിച്ചതാ പറഞ്ഞ. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിങ്കൽ പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടുണ്ടായിരുന്നു. അത് ക്രിസ്തുവാണ്. ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ ഏതെങ്കിലും വിധത്തിൽ പാപത്തിൽ വീണാൽ, പാപമെന്ന കൺസെപ്റ്റ് പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു. സ്തോത്രം. മനുഷ്യൻ പാപം ചെയ്യും എന്ന ഒരു ഹിതം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു. പാപം ഭൂമിയിൽ അവതരിപ്പിച്ചത് പിശാച. പിശാചിന്റെ പ്രോഡക്റ്റ് പാപം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ ലോകസ്ഥാപനത്തിങ്കിൽ മനുഷ്യൻ പാപത്തിൽ വീണാൽ, അബദ്ധത്തിനെങ്ങാനും മനുഷ്യൻ പാപത്തിൽ വീണാൽ അവരെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു കുഞ്ഞാടിനെ ദൈവം തന്നെ മാറ്റി നിർത്തിയിരുന്നു.
ഹല്ലേലൂയ. ഇന്ന് മുതൽ നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കുഞ്ഞാട് ഭൂമിയിലേക്ക് വെളിപ്പെട്ടു. ഒരു ജഡശരീരത്തിൽ ദൈവത്തോട് കൂടെ ആയിരുന്നവൻ, വചനമായിരുന്നവൻ, ഹല്ലേലൂയ, ജഡം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നെ പോലുള്ള ശരീരത്തിൽ, നിങ്ങളെ പോലുള്ള ശരീരത്തിൽ ദൈവത്തിന്റെ കൂടെയായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം ജഡം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്നാപയോഹന്നാൻ അവനെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ മുഴുവൻ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു കർത്താവിനെ യോഹന്നാൻ സ്നാപകൻ കൺമുമ്പിൽ കണ്ടപ്പോൾ പിതാവാം ദൈവം ഒരു വെളിപ്പാട് സ്നാപകയോഹന്റെ അകത്ത് വെളിപ്പെടുത്തി കൊടുത്തു. ലോക സ്ഥാപനത്തിന് മുന്നമേ ദൈവ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടാണ് ഇവൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തു കൺമുമ്പിൽ വന്നപ്പോൾ സ്വർഗം തുറന്നു കൊടുത്തൊരു വെളിപ്പാടാണ് സ്നാപകയോഹന്നാന്റെ അകത്തു വന്ന വെളിപ്പാട്. അകത്തു വന്ന വെളിപ്പാടിന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ മുഴുവൻ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഈ കുഞ്ഞാട് എന്ത് ചെയ്തു? ദൈവം തന്നെയാണ് കുഞ്ഞാടിനെ എടുത്തത്. ദൈവം തന്നെയാണ് കുഞ്ഞാടിനെ വളർത്തിയത്. ദൈവം തന്നെയാണ് ഈ കുഞ്ഞാടിനെ, ലോകത്തിന്റെ മുഴുവൻ പാപത്തെ ചുമക്കുന്ന യേശു കർത്താവ് എന്ന കുഞ്ഞാടിനെ കാൽവരി ക്രൂശിൽ ദൈവം തന്നെ അതിനെ തകർത്തു കളഞ്ഞു. ദൈവം തന്നെ ഈ കുഞ്ഞാടിനെ അറുത്തു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം സ്വന്തം കൈകൊണ്ട് ഒരു കുഞ്ഞാടിനെ എടുത്തു, സ്വന്തം കൈകൊണ്ട് കുഞ്ഞാടിനെ അറുത്തു. അങ്ങനെയാ അവർ രക്ഷിക്കപ്പെട്ടത്. എന്നാൽ ഞാൻ നീയും രക്ഷിക്കപ്പെട്ടത് അങ്ങനെയല്ല. എനിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് ദൈവം എനിക്ക് വേണ്ടി പൂർത്തീകരിക്കുകയാണ്. ദൈവം എനിക്ക് വേണ്ടി ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്റെ രക്ഷ ദൈവം പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ രക്ഷയെ ദൈവം ക്രൂശിൽ പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. കുഞ്ഞാടിനെ വെളിപ്പെടുത്തിയത് പിതാവാം ദൈവമാണ്. കുഞ്ഞാടിനെ വളർത്തിയത് പിതാവാം ദൈവമാണ്. കുഞ്ഞാടിന്റെ മേൽ പാപത്തെ ചുമത്തിയത് പിതാവാം ദൈവമാണ്. കുഞ്ഞാടിനെ മരണത്തിന് ഏൽപ്പിച്ചത് പിതാവാം ദൈവമാണ്. കുഞ്ഞാടിനെ തകർത്ത് കളയുവാനാണ് ഇഷ്ടം തോന്നി, അതാ പിതാവിന്റെ ഹിതം. കുഞ്ഞാടിനെ കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞത് പിതാവാം ദൈവമാണ്. ഞാനൊന്നും ചെയ്യണ്ട, ഞാനൊന്നും പ്രവർത്തിക്കണ്ട. ഹല്ലേലൂയ. ഞാൻ ചെയ്യേണ്ടത് പിതാവ് എനിക്ക് വേണ്ടി പൂർത്തീകരിച്ചു. ഇതിന് പറയുന്ന പേരാ കൃപ. നിങ്ങൾ ചെയ്യേണ്ടത്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ചെയ്യേണ്ടത് പിതാവാം ദൈവം പൂർത്തീകരിച്ചു. അതിന് പറയുന്ന പേരാ കൃപ. ഹല്ലേലൂയ. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി പിതാവ് ചെയ്തിട്ടുണ്ട്. നിന്നെ രക്ഷിക്കുവാനുള്ള പ്രവൃത്തി ക്രൂശിൽ പിതാവ് ചെയ്തു കഴിഞ്ഞു. നീ ഒന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. അതിന്റെ പേരാ കൃപ. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്താൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവിക പ്രവൃത്തിയുടെ പേരാണ് കൃപ. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ഇത് ഇപ്പോഴും ഇന്നും ആർക്ക് മനസ്സിലാകാത്തവരുണ്ട്. നിങ്ങളുടെ ബുദ്ധിയുടെ വളർച്ചാവാരം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത ആഴ്ച ഒരു കുഞ്ഞാടിനെ കൊണ്ടുപോവാ, അതിൽ നീ അറുത്ത് അതിന്റെ രക്തം നിന്റെ ദേഹത്തും കട്ടൻ നിന്റെ വീട്ടിൽ തേച്ച് നീ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ നിനക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. പിതാവ് നിനക്ക് വേണ്ടി ഇത് ക്രൂശിൽ ചെയ്ത് തികച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കരമാണ്. മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ അവനിൽ വന്ന അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പാപ സ്വഭാവമാണ് ദൈവത്തെ അംഗീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. ദൈവം നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. നിന്റെ രക്ഷയെ ദൈവം ക്രൂശിൽ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഇതിന് പറയുന്ന പേര് കൃപ. ആ കൃപ ഞാൻ എങ്ങനെയാ പ്രാപിക്കുന്നത്? വിശ്വാസത്താൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ എങ്ങനെയാ? കഠിനാധ്വാനത്തിലൂടെ
പ്രവൃത്തിയിലൂടെ രക്ഷിക്കപ്പെട്ടു. ഞാനോ കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിന് നിങ്ങൾ കാരണമല്ല. അങ്ങനെ വചനം പറഞ്ഞിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ഈ രക്ഷ നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ദാനമാണ്, സൗജന്യമാണ്. പിടിച്ചോ, ഹല്ലേലൂയ, ഫ്രീ ആണ്. ഹല്ലേലൂയ, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ രക്ഷ പ്രാപിക്കാം. ഒരു വിലയും കൊടുക്കണ്ട, ഒരു പ്രവൃത്തിയും ചെയ്യണ്ട, ഒരു നേർച്ച കാഴ്ച ചെയ്യണ്ട. ദൈവത്തിൻ്റെ ദാനമാണ്, സൗജന്യമാണ്. രക്ഷ ഫ്രീയാണ്, രക്ഷ സൗജന്യമാണ്. ഹല്ലേലൂയ, വിശ്വസിച്ചാൽ മതി. വിശ്വാസത്താൽ നിനക്ക് ഈ രക്ഷ പ്രാപിക്കാം. ഹല്ലേലൂയ, പുതിയ ഉടമ്പടി സഭ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഇത് കേട്ടിട്ട് ശാബ്രദർ ഇത് പഠിക്കണം. പഠിച്ച് മറ്റു സഭകളിൽ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഇനി മുതൽ ഇത് ഈ വചനം പഠിപ്പിക്കണം. ഹല്ലേലൂയ, പല സഭകളും ശാപത്തില്ല, പിടിക്കണം. സ്തോത്രം. ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കണം. ദിവസം അതുപോലെ അപ്പന്റെ ചർച്ചിൽ പോകണം, ഈ സന്ദേശങ്ങൾ പറയണം. ഹല്ലേലൂയ, സുവിശേഷം പറയണം. സ്തോത്രം. ഹല്ലേലൂയ, കരങ്ങൾ വെച്ച് ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇതൊക്കെ ഗ്രൂപ്പിലിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. വീണ്ടും കേട്ടെങ്കിലും പഠിക്കുക. എത്ര പേര് വീണ്ടും കേട്ടിട്ടുണ്ട്? അത് മാസം ഞായറാഴ്ച ആയി കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമാണ്. തിങ്കളാഴ്ച ക്ഷീണം, ചൊവ്വാഴ്ച ക്ഷീണം. പിന്നെ ഈ ക്ഷീണം മാറുന്നത് ഞായറാഴ്ച രാവിലെ. വീണ്ടും കേക്ക് തുറന്ന് വരും. വീണ്ടും കേക്ക് കൂടെ പുതിയ വെളിപ്പാടുകൾ വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പഠിച്ചതെന്താ? കൃപയാണല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികൾ കാരണമല്ല. നിങ്ങളൊന്നും പ്രവർത്തിക്കേണ്ട. ഹല്ലേലൂയ. അറിയാലോ, ഇത് കൃപ എന്തെന്ന് മനസ്സിലായോ? കൃപ മനസ്സിലായോ? രക്ഷയുടെ പഠിപ്പിക്കൽ വരുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. രക്ഷയുടെ പഠിപ്പിക്കൽ വരുമ്പോൾ പിതാവാം ദൈവത്താൽ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയാണ് രക്ഷ. ഹല്ലേലൂയ, ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. മനസ്സിലാവോ? പിതാവാം ദൈവത്താൽ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയാണ് എന്ത്? രക്ഷ. അത് ഞാൻ വിശ്വാസത്താൽ പ്രാപിച്ചു, അത് സൗജന്യമായി പ്രാപിച്ചു. ഒരു പ്രവൃത്തി ചെയ്യേണ്ട, ഒരു നേർച്ചകളും കാഴ്ചകളും കൊടുക്കേണ്ട, വിശ്വാസത്താൽ സൗജന്യമായി പ്രാപിച്ചു. ഹല്ലേലൂയ, മനസ്സിലായി നിങ്ങൾക്ക്? ഇനി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടു അല്ലേ? ഇനി ആരും രക്ഷിക്കപ്പെടാത്തവരായിട്ടില്ല. ഈ സന്ദേശം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഒരു സംശയം വേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അത് ശരിയല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ, ഈ രക്ഷയിൽ നിന്ന് നിങ്ങൾ ഇനി ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഇത്ര വലിയ രക്ഷ. ഹല്ലേലൂയ, ശ്രദ്ധിച്ചു കേൾക്കണം. ഈ രക്ഷയിൽ നിന്ന് നിങ്ങളെ ആർക്കും വേർതിരിക്കാൻ കഴിയില്ല. കാരണം എന്തെന്നറിയാമോ? ഇത് ദൈവത്തിന്റെ ദാനമാകയാൽ ഇതിൽ നിന്നും നിങ്ങളെ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഇനി ആരെങ്കിലും രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഈ സഭയിലുള്ളവർക്ക് ധൈര്യത്തോടെ, ഒരു സംശയമില്ലാതെ കൈവറ്റി പറയാം, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ, ധൈര്യത്തോടെ, അധികാരത്തോടെ, ആർക്കും ആരുടെ മുമ്പിലും ചങ്കൂറ്റത്തോടെ പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു സംശയം വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ഇനി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്തു വരുന്ന അടുത്ത വലിയൊരു മാറ്റമുണ്ട്. ഹല്ലേലൂയ, അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മാറ്റമാണ്. എന്താ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ വ്യക്തിയുടെ അകത്ത് അടുത്ത്
സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റം. ഹല്ലേലൂയ. ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ ഉറപ്പിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് വലിയൊരു മാറ്റമുണ്ടാകും. എന്താ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന മാറ്റം? പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന അടുത്ത പ്രോസസ് എന്താ? ഇതിന്റെ ചുണ്ടനൊക്കെ വഴിക്കുക. എന്താ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു? പെട്ടില്ലേ? രക്ഷിക്കപ്പെട്ടില്ലേ? എപ്പോ? അതിന്റെ അടുത്താണ് പറഞ്ഞു തരണം. പിന്നെ രക്ഷിക്കപ്പെട്ടു. അർത്ഥം സംശയം. ആര് രക്ഷിക്കപ്പെട്ടു? അഭിഷേക് രക്ഷിക്കപ്പെട്ടോ? നീ ശ്രദ്ധിച്ചാണോ ഇരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടോ? എപ്പോ? ഉറപ്പ് തന്നെ. ആ ഉറപ്പിൽ നിന്ന് മാറുമോ? ഞാൻ പിടിച്ചു പറയും. നിന്റെ സംശയമാണ് ഇത് പിടിച്ചു പറയിക്കുന്നു. നിന്റെ ചഞ്ചലപ്പെടുന്ന മനസ്സ് നിന്നെ മാറ്റുമോ? ഇല്ല. നിന്നെയോ? ഉറപ്പ് നീ രക്ഷിക്കപ്പെട്ടോ? മാസം ഞാൻ സ്നാനപ്പെട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ രക്ഷിക്കപ്പെടുന്നു? ഇതാ ഞാൻ പറഞ്ഞത്. ദൈവത്തിനോട് അടുത്തു വരാൻ മനുഷ്യനിൽ ഉള്ള ഒരു പാപപ്രവൃത്തിയാണ് ദൈവത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ, അധ്വാനിച്ചിരുന്നുവെങ്കിൽ ഞാൻ പ്രാപിച്ചു. ഇത് ദാനമാണ്, സൗജന്യമാണ് എന്ന് പറയുമ്പോൾ സൗജന്യമായിട്ട് കിട്ടുന്ന കിട്ടുമോ? ഒന്നുകിൽ നീ ദൈവത്തെ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ നീ അറിയണം. ദൈവം എന്തെങ്കിലും ചെയ്താൽ ദൈവം ചെയ്തത് അതിൽ തന്നെ പൂർണ്ണമാണ്. ദൈവത്തെ സഹായിക്കാൻ നീ പോകണ്ട, ദൈവത്തിന് ഹെൽപ്പ് ചെയ്യാൻ നീ പോകണ്ട. ഹല്ലേലൂയ. ദൈവം ചെയ്തു. യെസ്, ആമേൻ. ഞാനതേറ്റു. ഇതാ ദൈവത്തിന്റെ മക്കളെ കുറിച്ച്. അതുകൊണ്ടാണ് നിന്നെ ദൈവ മക്കൾ എന്ന് പറയാം. അപ്പൻ പറയുന്നത് അനുസരിക്കുന്നവൻ. അപ്പൻ എന്ത് പറഞ്ഞാലും യെസ് അപ്പ. ഇതാ ദൈവത്തിന്റെ മക്കൾ. മക്കൾ അല്ലാതിരിക്കുമ്പോഴാണ് ഇഷ്ടപ്പെട്ടോ? സംശയം. ഇന്നുകൂടെ ബൈബിൾ വായിക്കണം. അല്ലെങ്കിൽ എന്നെക്കാൾ കൂടിയ പാസ്റ്റർ നമ്പർ എടുത്ത് വിളിച്ചു ചോദിക്കണം അല്ലേ? ശുശ്രൂഷകന്മാരുണ്ട്, വല്ലതും ചെയ്തിട്ടുണ്ട്. ചിരിക്കാനല്ല, ഞാൻ പല ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പല സംശയം പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ, എന്റെ മകൻ സംശയം വരുമ്പോൾ വലിയ വലിയ പാസ്റ്റർമാർ നമ്പർ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ എടുത്ത് വിളിച്ചു ചോദിക്കും. ആ കുട്ടിക്ക് ഏതെങ്കിലും ആലോചിച്ചു ബോധ്യമില്ലെന്ന് സഭയ്ക്കകത്ത് വന്നിട്ട് ഹൃദയത്തെ ഉറപ്പിക്കാൻ ഇത്ര വർഷമായിട്ടും ആ സഭയിലെ ശുശ്രൂഷകരോ വിശ്വാസികൾക്കോ പറ്റിയില്ല. നീ രക്ഷിക്കപ്പെട്ടു, നീ ഇല്ലെന്ന് പറഞ്ഞാലും സ്വർഗം അംഗീകരിക്കില്ല. നീ രക്ഷിക്കപ്പെട്ടു. സത്യമാണ്. ഹല്ലേലൂയ. ലില്ലി ആന്റി നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ലില്ലി ആന്റി ഇല്ലെന്ന് പറഞ്ഞാലും സ്വർഗം പറയുകയാണ്. ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ICC ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലേ? അക്കൗണ്ടിനകത്ത് രക്ഷ തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ആയി കഴിഞ്ഞു. ക്രെഡിറ്റ് ആയിട്ടും ആ ക്രെഡിറ്റ് ആയതിന്റെ പവർ കാണിക്കാതെ നടക്കുന്ന നിന്നിൽ പാപവാഴ്ച നടത്തുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ആദ്യമായിട്ട് നമ്മളെ വിജയനഗർ വന്നിട്ട് ആ വ്യക്തിയോട് ചോദിക്കുക, ഈ പറഞ്ഞ വചനങ്ങൾ മുഖാന്തരം വിജയനഗർ ഇന്ന് രക്ഷിക്കപ്പെട്ടു.
വിജയൻ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും സ്വർഗം അംഗീകരിക്കത്തില്ല. എന്റെ പൊന്നു കുഞ്ഞ് രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. ഉറപ്പിച്ചോ? ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ഉറപ്പിച്ചോ? രക്ഷ ഉറപ്പിക്കുക. ഇതിന് മാറുന്നതല്ല, ഇത് രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ നിമിഷം പഠിക്കണം, അടിച്ചു പോവാം. എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോ എന്തോ നോക്കിയോ? ഹല്ലേലൂയ. സ്തോത്രം. റോമർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ് വായിച്ചാൽ. റോമർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. മതി. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ട്. നിങ്ങൾ പ്രവർത്തിച്ചോ, പക്ഷേ കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെടില്ല. രാവിലെ ശാന്തത ജോലിക്ക് പോയി, ജോലിക്ക് ചെന്ന് ഒപ്പിടുമ്പോൾ ശമ്പളം കൊടുക്കും. എപ്പോ കൊടുക്കും? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യണം. ചെയ്ത ജോലിക്കൊത്തുവണ്ണം കൂലി. അത് വൈകുന്നേരം കിട്ടത്തുള്ളൂ. പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടല്ല. ജോലി ചെയ്ത് തീർത്തു പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം ക്ഷമ. വൈകുന്നേരം 8 മണിക്ക് കയറിയതാ, 5 മണിക്ക് ജോലി തീർത്തു, 6 മണിക്ക് കിട്ടിയത്, അതുവരെ കട. ഹല്ലേലൂയ. പക്ഷേ വിശ്വസിക്കുന്നവന് കടമായിട്ടല്ല, ഓൾറെഡി ക്രെഡിറ്റബിൾ അക്കൗണ്ട്. ഹല്ലേലൂയ. അതാ വിശ്വാസത്തിന്റെ പവർ. നീ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്തെങ്കിലും രഹസ്യം പറയുന്നത് രക്ഷയെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഈ കളി അവസാനിപ്പിക്കണം കേട്ടോ. സ്റ്റോപ്പ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു. ശിവ രക്ഷിക്കപ്പെട്ടു. ഉറപ്പല്ലേ? ഉറപ്പെന്ന് പറ. ഞാൻ കുഞ്ഞായോണ്ട് എങ്ങനെ ഭാഷ രക്ഷിക്കപ്പെടാനല്ലോ? ഞാൻ കുഞ്ഞല്ല, എനിക്ക് ഇത്ര വയസ്സായി, നീ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. പറയുകയാണ്, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. ഹല്ലേലൂയ. പ്രവർത്തിക്കാത്തവനെങ്കിലും അബദ്ധനെ നീതീകരിക്കുന്നവന് വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായിട്ടാണ്. ഹല്ലേലൂയ. മനസ്സിലായത്? അപ്പോ ഇതിനകത്തുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ആരും രക്ഷിക്കപ്പെടാനില്ല. ഹല്ലേലൂയ. ഇനി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ അകത്തുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു മാർഗമുണ്ട്, ഏറ്റവും വലിയ അനുഭവമുണ്ട്. ഏതാ അനുഭവം? പറഞ്ഞോട്ടെ. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം അവനിൽ അടുത്തു കൊടുക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്താ? പരിശുദ്ധാത്മാവാണോ? നമ്മൾ വിജയങ്ങൾ എന്താ പറഞ്ഞു? മാനസാന്തരം എന്നാണോ? മാനസാന്തരമാണോ? ആത്മാവിലുള്ള സന്തോഷമാണോ? ഓൾറെഡി സന്തോഷമുണ്ടല്ലോ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ അകത്ത് ദൈവം കൊടുക്കുന്ന അടുത്ത അനുഭവമാണ് അവന്റെ അകത്ത് വിശുദ്ധിക്ക് വേണ്ടി അടങ്ങാത്തൊരാഗ്രഹം, വിശുദ്ധിക്ക് വേണ്ടി കൊതി. ഹല്ലേലൂയ. എനിക്കറിയാം, വെള്ളിയാഴ്ച മുതൽ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ ചിലരുടെ ഹൃദയം തുറന്നു ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. വെള്ളിയാഴ്ച വന്നവർക്കേ ഉള്ളൂ, ഇല്ലാത്തവർക്ക് നഷ്ടമാണ്. ഹല്ലേലൂയ. നഷ്ടമാണ്. ചോദിച്ചാൽ മതി, ആ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നവരോട് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. ഇങ്ങനെ കരുതലില്ല. സ്തോത്രം. ഹല്ലേലൂയ. 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 ക്രിസ്തുവിനെ പാടുകൊടുക്കണേ.
അന്ന് എന്താ അവിടെ സംഭവിച്ചത്? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ അകത്ത് ദൈവം തുടങ്ങുന്ന അടുത്ത ഒന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. ആ കൽപ്പനകൾ അനുസരിച്ച് തികയ്ക്കണം. പാപത്തെ ജയിക്കണം. വിശുദ്ധി 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 എന്ന ബോധം, വിശുദ്ധിയെ കുറിച്ച് അടങ്ങാത്തൊരാഗ്രഹം ഹല്ലേലൂയ അവന്റെ അകത്ത് ദൈവം കൊടുക്കും. നിന്റെ നല്ല വിശുദ്ധി, വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം രക്ഷിക്കപ്പെട്ടവന്റെ അകത്ത് വയ്ക്കുന്ന അനുഭവമാണ് വിശുദ്ധിയെ തികയ്ക്കുവാനുള്ള കൊതി. ഹല്ലേലൂയ. വിശുദ്ധിയെ തികയ്ക്കുവാൻ എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ, എങ്ങനെയെങ്കിലും ഈ വിശുദ്ധിയെ തുടരുവാൻ അവന്റെ അകത്ത് അധികമായി കൊതി വരും. ഹല്ലേലൂയ. അന്ന് വരെ പാപം ചെയ്തുകൊണ്ടിരുന്നവൻ അല്പം നിറയ്ക്കും. ഇത് തുടർ. അന്ന് വരെ ഹല്ലേലൂയ അനാവശ്യമായി സംസാരിച്ചു കൊണ്ടിരുന്നവൻ അവന്റെ സംസാരം അല്പം കുറയ്ക്കാൻ തുടങ്ങും. അന്ന് വരെ ഹൃദയത്തിനകത്ത് അനാവശ്യമായി ചിന്തിച്ചുകൊണ്ടിരുന്നവൻ ആ ചിന്തയെ അല്പമായി കുറയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഈ വിശുദ്ധിക്ക് വേണ്ടി കൊതിയുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ വിശുദ്ധിക്ക് വേണ്ടി അടങ്ങാത്തൊരു കൊതിയുണ്ടോ? ഒരു സംശയം വേണ്ട. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് രക്ഷിക്കപ്പെട്ട അന്ന് ഹല്ലേലൂയ അറുക്കപ്പെട്ട കുഞ്ഞാട് എഴുതി. ഹല്ലേലൂയ. ആരുടെ പേരാണ് എഴുതിയത്? വിശുദ്ധിക്ക് വേണ്ടി അടങ്ങാത്തൊരാഗ്രഹം വന്നവന്റെ പേര്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയ അനുഭവമാണ് ഹല്ലേലൂയ വിശുദ്ധിയുടെ അനുഭവം. കൊണ്ട് വിശുദ്ധിന്റെ അനുഭവം നിങ്ങൾക്ക് ഇങ്ങനെ ഹല്ലേലൂയ പറയുന്നത് എനിക്ക് തോന്നുന്നത് അശുദ്ധി വെച്ചുകൊണ്ട് ഹല്ലേലൂയ ഞാൻ കാണുന്നു. കഥ പറയില്ല. ഞാൻ കാണുന്ന ഒരു കാര്യം, എന്റെ ഈ ഭാഗം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം വന്നു കാണുകയില്ല. അകത്ത് ഇരുട്ട് വെച്ചുകൊണ്ട് ഹല്ലേലൂയ സത്യമാണ്. അടിക്കുമെന്ന് പറയാം, ഇത് കിട്ടും. സത്യം ഞാൻ പറയാം, ഈ വചനത്തിൽ നമുക്ക് കളിക്കരുത്. നിങ്ങൾ മറ്റു ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയുടെ മുന്നിൽ കളിച്ചതുപോലെ ഈ വചനത്തിൽ ഒരു കളിക്കരുത്. കത്തിച്ചതായി പരിശുദ്ധാത്മാവ് അനന്യാസിലും സമീറയ്ക്കും ഉണ്ടായ അനുഭവമാണ് ഈ വചനത്തിന്റെ മുമ്പിൽ പലർക്കും ഉണ്ടാകാൻ പോകുന്നത്. ഹല്ലേലൂയ. കാരണം അവരുടെ സഭയ്ക്കകത്ത് വെളിപ്പെട്ട വചനമിത. ഹല്ലേലൂയ. ഇന്ന് പല സഭകളിലും ആ വചനം വെളിപ്പെടുന്നില്ല. കൈയടി കൊട്ടും പാട്ടും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ അല്ലേ? തലയിലൊക്കെ ഇട്ട് സുന്ദരിമാരെ പോലെ വന്നിരിക്കുന്ന നിങ്ങൾ അങ്ങനെ മറ്റു കാര്യം വ്യക്തമാക്കി നമ്മളെ കളിക്കരുത്. ദൈവം കേൾക്കണം. കീറിയിട്ട് ഇവിടെ വന്ന് നിലവിളിക്കും. എനിക്ക് സമയമില്ല. എത്ര പേരുടെ അകത്ത് പിണക്കമുള്ള വ്യക്തികൾക്ക് കൈയെടുക്കാൻ തോന്നി ചെന്ന് കണ്ട് ക്ഷമ പറയാൻ തോന്നി പറ. അല്ലെങ്കിൽ പറയാൻ പറ്റിയില്ല, എനിക്ക് മുമ്പിൽ പോയി പറയാൻ പറ്റിയില്ല, ഹൃദയപൂർവ്വം ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ പറ്റും. പറ. വചനത്തിൽ കളിക്കരുത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചവന്റെ ആത്മാവിനെ എടുത്തു. അതറിയാതെ ഭാര്യ വന്നു. നിങ്ങൾ ഇത്രയ്ക്കോ നിലനിച്ചത് അതെ പറഞ്ഞു. എന്റെ ഭർത്താവിനെ പൊളിച്ചിട്ട് അവന്റെ കാലിടെ ഉണ്ട്. ഇതിനെ കുറിച്ചു വചനത്തിന് വ്യാജം കാണിക്കരുത്. സത്യമായിട്ട് ഇത് പറയുന്നത്
വചനം പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇത്രത്തോളം തീയുള്ള വചനങ്ങൾ പറയാൻ വിചാരിച്ചവനല്ല. എന്റെ ദൃഷ്ടിയിൽ ഈ വചനങ്ങളില്ല. ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അടുത്ത വചനത്തിൽ കയറാൻ പറ്റുന്നില്ല, ഇത് നിത്യം തന്നെ പറ്റുന്നു. എത്ര പേർക്ക് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോ? എത്ര പേർക്ക് നിരപ്പാകാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് ഹല്ലേലൂയ മറ്റുള്ളവരെ കുറ്റം പറയുന്നതോട് ക്ഷമ ചോദിക്കാൻ പോകുന്നുണ്ട്? എത്ര പേർക്ക് ദൈവത്തിന്റെ മുമ്പിൽ ശുദ്ധമായ മനസ്സാക്ഷിയുടെ തുടരണമെന്ന് ആഗ്രഹമുണ്ട്? മനുഷ്യരോടുള്ള നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹം വന്നെന്ന് ഞാനൊരു കുറച്ചു കാര്യങ്ങൾ പറയാം. ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നമേ നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടവും ശൂന്യതയും ഈ മരണവും ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ നിങ്ങളെ വിട്ട് മാറിയില്ലെങ്കിൽ ഉറപ്പാം നിങ്ങൾ പരിശുദ്ധാത്മാവിന് മുമ്പിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ വ്യാജം കാണിക്കുന്നവരൊക്കെ. സഭ ഒരുമിച്ച് നോക്കി വെച്ചോ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്ക്. സഭ ഒരുമിച്ച് നോക്കി വെച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെച്ചോ. ഈ സഭയ്ക്കകത്ത് വരുന്നവരിൽ ഈ വർഷം ഹല്ലേലൂയ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധി നേരുള്ളതല്ല, വ്യാജം കാണിക്കുന്ന ഹൃദയമാണ് നിങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ. ഞാൻ നോക്കട്ടെ ആരൊക്കെ പുറത്തു വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സത്യമായി ഞാൻ നോക്കട്ടെ ആരൊക്കെ പുറത്തു വരുന്നു. എന്നോട് കളിച്ചോ, എന്നെ കബളിപ്പിക്കാം, ഒരു പ്രശ്നമില്ല. ദൈവത്തോട് അവന്റെ ആത്മാവിനോട് ഹല്ലേലൂയ സ്തോത്രം. വ്യാജം പറയരുത്, വ്യാജം കാണിക്കരുത്. അടുത്തതെന്താ? വിശുദ്ധിക്ക് വേണ്ടി എന്നിൽ നിങ്ങളുടെ അകത്ത് ഒരാഗ്രഹം വരും. ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അനുഭവമാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഭവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ തന്നെ മണി 12:30 എത്ര മണി? 12:30 കഴിഞ്ഞു. 12:35 പഴയ ശുശ്രൂഷയായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയി ഈ കാര്യത്തിനകത്ത് കയറുമോ? അതാ പറയുന്നത്. നിങ്ങൾ മുഖത്തിന്റെ കീഴിൽ ആയിരുന്നു. മുഖം പൊട്ടിയപ്പോ അകത്ത് ദഹിക്കാൻ തുടങ്ങി, അകത്ത് പിടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇത്രയും വർഷം നിങ്ങൾ ആരാധിച്ചതും കൈയടിച്ചതും ഉപവസിച്ചതും മുഖത്തിന്റെ കീഴിലായിരുന്നു. ഇപ്പോഴാ പലർക്കും അകത്തോട്ടൊക്കെ ഒന്ന് സ്പാർക്ക് അടിച്ചു തുടങ്ങിയത്, അല്ലേ? ഇലക്ട്രിക് സ്പാർക്ക് തുടങ്ങിയത്. കാരണം എന്താ? മുഖത്തിന്റെ കീഴിലല്ല. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ 2 മണി വരെ പോയാലും നിങ്ങൾ ആരും പോവില്ല, മുഖത്തിന്റെ കീഴിലുള്ളവർ പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ വാക്യം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ പറഞ്ഞുവല്ലോ, ദൈവം വെക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് വിശുദ്ധിക്ക് വേണ്ടി അടങ്ങാത്തൊരു ആഗ്രഹം നിങ്ങളുടെ അകത്ത് ദൈവം പകരും. ആ പകരുന്നതിന്റെ കൂട്ടത്തിൽ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടും. എന്താണ്? 26-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഹൃദയമായിരുന്നു എങ്കിൽ ആ ഹൃദയത്തിനകത്ത് വിശുദ്ധിക്ക് വേണ്ടി അടങ്ങാത്ത ആഗ്രഹം വരില്ല. കാരണം
രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഹൃദയം കഠിനപ്പെട്ട ഹൃദയം, മനം തഴപ്പിക്കപ്പെട്ട ഹൃദയം, അജ്ഞാനമുള്ള ഹൃദയം. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹം വന്ന എന്താണ് അതിന്റെ അർത്ഥം? ദൈവം നിനക്ക് പുതിയൊരു ഹൃദയം തന്നു. ഹല്ലേലൂയ! ദൈവം നിനക്ക് പുതിയൊരു ഹൃദയം തന്നു. കാരണം ആ ഹൃദയത്തിനകത്ത് വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുന്ന ഹൃദയമാണ്. ആ ഹൃദയത്തിനകത്ത് ദൈവ കൽപ്പന പ്രമാണിക്കണമെന്ന വാഞ്ചയുള്ള ഹൃദയമാണ്. ആ ഹൃദയം നിനക്ക് തന്നു. അതിന് പറയുന്ന പേരാ പഴയതിനെ മാറ്റി പുതിയത് സ്ഥാപിച്ചു. ഹല്ലേലൂയ! പുതിയ ഹൃദയം തന്നു. പുതിയ ഹൃദയം പ്രാപിച്ച് അതിനെ കൊണ്ട് കുഴിച്ചു തരും. ഹല്ലേലൂയ! പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. ഹല്ലേലൂയ! നിങ്ങൾക്ക് പുതിയ ഹൃദയം കിട്ടിയെങ്കിൽ ഇന്ന് ഇവിടെ വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അകത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നില്ലേ അടിമകൾ, ഇവ ഹൃദയത്തിനകത്ത് പകയോട് അടച്ചു വെച്ചിരിക്കുന്നവർ, അത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോ. പറ്റുമോ? കൈകൊണ്ട് പറ്റുമോ? എന്നോട് ക്ഷമിക്കണം. പറ്റുമോ? നീ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. പറ്റുമോ ഇല്ലയോ? ഞാൻ വേണമെങ്കിൽ കാണിച്ചില്ല. ഞാൻ എന്റെ ഭാര്യയോട് അങ്ങനെ പറയാം. അതുപോലെ പറ്റുമോന്ന്? പുതിയ ഹൃദയം വന്നാൽ അതിനകത്തുള്ള ആഗ്രഹമനപാട് അവനോട് ക്ഷമിക്കണം. ഈ പണക്കം വെച്ച് മുന്നോട്ട് പോകണം. ഈ പിന്നത് വെച്ച് തുടർന്ന് പോകണ്ട. പരിഗണിക്കണം. വന്നോല്ല. അടുത്ത വാക്യം. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതിയൊരു ഹൃദയം മാത്രമല്ല, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. അന്ന് വരെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ടത് അനുസരണക്കേടിന്റെ ആത്മാവ്. ഏതാത്മാവ്? അനുസരണക്കേടിന്റെ ആത്മാവ്. ആ ആത്മാവിനെ മാറ്റി പുതിയൊരു ആത്മാവ്. ഹല്ലേലൂയ! എല്ലാവരും പറ, എന്താ പുതിയൊരു ആത്മാവ്? ഇന്ന് ഉറപ്പിക്ക്, ഞാൻ പ്രാപിച്ചത് അനുസരണക്കേടിന്റെ ആത്മാവിനെ അല്ല, പുതിയൊരു ആത്മാവിനെ, ദൈവത്തിൽ നിന്നുള്ള പുതിയൊരു ആത്മാവിനെ. ഹല്ലേലൂയ! കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് ഈ വർഷത്തിനകത്ത് നിങ്ങളെയൊക്കെ പുറത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിലൂടെ അന്യഭാഷയിൽ ഒഴുകണം, അന്യഭാഷയിൽ പാടണം. മനസ്സിലായോ? ഇന്ന് വിസർജി വന്നപ്പോൾ മനസ്സിലായോ? വിഗ്രഹാരാധന കുറയ്ക്കണം. വേണ്ടെന്നല്ല, കുറയ്ക്കണം. മനസ്സിലായോ? റീൽസും ഒക്കെ കണ്ട് ലോകത്തിന്റെ മോഹം ഹൃദയത്തിനകത്തോട് നടക്കരുത്. നിബന്ധിക്കപ്പെട്ട ജീവിക്കുന്നു. ഹല്ലേലൂയ! മറ്റൊരർത്ഥത്തിൽ പറയുന്നു, അവർ വേശ്യയെ കണ്ട് രസിക്കുന്നു. എന്താ? വേശ്യയെ കണ്ട് രസിക്കുന്നു. ഹല്ലേലൂയ! റീൽസ് കാണുമ്പോൾ, അതിനകത്തുള്ളതൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കണം. വിഗ്രഹാർപ്പിതമാണ്. വേശ്യയെ കണ്ട് രസിക്കുന്നു. തീപ്പെട്ടി തുറന്ന് വെക്കുമ്പോൾ അറിയണം, ഞാൻ കാണുന്നത് ഇന്ന വ്യക്തികളെയാണ്. പഠിപ്പിക്കാൻ സമയമില്ല. സീരിയൽ സിനിമയൊക്കെ കാണുന്നവർ ഒന്ന് കാര്യം നോക്കിയാൽ എനിക്കറിയാം. ടി വി ഉണ്ടെങ്കിൽ നിങ്ങൾ കാണും, അല്ലേ? അപ്പൊ എന്തൊക്കെ ഉണ്ടല്ലോ, അല്ലേ? ഇത് എങ്ങോട്ട് ഒരാൾ പറഞ്ഞാൽ 7:30 7 മണിക്കൊക്കെ ഉണ്ട്. ഒറ്റ ഓട്ടം തുടങ്ങിയതാണ്. എല്ലാം കണ്ട് നീയും നിന്റെ കുഞ്ഞും എന്റെ ഭർത്താവിനെയും നിന്റെ കുടുംബത്തെയും ബന്ധിച്ച് എന്നിട്ട് സീരിയൽ ഉള്ളതുപോലെ വീട്ടിനകത്ത് പ്രവർത്തിക്കണം. സീരിയൽ പറയുന്നത് പോലെ ആലോചിച്ച് അത് ചെയ്യാം. ഹല്ലേലൂയ! കരമിട്ട് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ! സ്തോത്രം.
ഹല്ലേലൂയ. അതിലേക്കൊരു ഒരു മാറ്റം വന്നാൽ ഇപ്പൊ നമ്മളെ പ്രിയ അംഗങ്ങൾ അല്ലയോ എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലറയുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. എന്ത് ഹൃദയമാണ് തരുന്നത്? മാംസമായുള്ള ഹൃദയം. സ്തോത്രം. ഇനി നിങ്ങൾ ഇതിനകത്ത് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, വിശുദ്ധിക്ക് വേണ്ടി അടങ്ങാത്ത ഒരു ആഗ്രഹം വന്നവരാണെങ്കിൽ, ഈ ആഴ്ചകളിൽ നടക്കാൻ പോകുന്ന ഒരു അനുഭവം ഞാൻ പറയാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണമേ. പുതിയൊരു ഹൃദയം വന്നവർക്ക്, പുതിയൊരു ആത്മാവിനെ ലഭ്യമായവർക്ക്, അവർ ഫേസ് ചെയ്യാൻ പോകുന്ന, ഈ നാളുകളിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഹല്ലേലൂയ ഒരു അനുഭവത്തെ ഞാൻ പറയാം. ആഗ്രഹമുണ്ടോ അത് കേൾക്കാൻ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കാം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര ഒറ്റപ്പെടലുണ്ടാകും. അത് മനുഷ്യർ നിങ്ങൾ ഒറ്റപ്പെടുത്തിയ ഒറ്റപ്പെടലല്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കാം. ഇതും കൂടെ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളെ മനുഷ്യൻ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടലല്ല, മനുഷ്യൻ നീക്കി നിർത്തിയ ഒറ്റപ്പെടലല്ല, മറിച്ച് ഒരു കാര്യവും ഇല്ലെങ്കിലും ഹൃദയത്തിനകത്ത് ഒരു ശൂന്യത, ഒരു ഒറ്റപ്പെടൽ. ശ്രദ്ധിച്ചു കേൾക്കുക. അങ്ങനെ വന്നാൽ നമുക്ക് തോന്നും ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്തെന്നറിയത്തില്ല. ഒരു ശൂന്യത. ഹൃദയത്തിനകത്ത് ഒന്നുമില്ല. ഹൃദയത്തിനകത്ത് ഒന്നുമില്ല. കാര്യം എന്തെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയം രക്ഷിക്കപ്പെട്ടപ്പോൾ പുതിയ ഹൃദയമായി. ആ ഹൃദയം നല്ല തിളക്കമുള്ള ഹൃദയമാണ്. പ്യൂർ ഹൃദയമാണ്. പ്യൂർ. ആ ഹൃദയത്തിലേക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ രണ്ട് രക്ഷിക്കപ്പെട്ടു, ഒരു പുതിയ ഹൃദയം കിട്ടി. രണ്ടുപേർക്കും ചെയ്തു കിട്ടി. ആ ഹൃദയത്തിന്റെ പ്രത്യേകത, ആ ഹൃദയം ഭയങ്കര തിളക്കമുള്ള ഹൃദയമാണ്. തിളക്കമുള്ള ഹൃദയം, പ്യൂർ ആയിരിക്കുന്ന ഹൃദയം. പെട്ടെന്ന് ശ്യാമബ്രദർ ജോലി കഴിഞ്ഞ് വന്ന്, ഹല്ലേലൂയ, ശ്രദ്ധിച്ചേക്കണേ, ജോലി കഴിഞ്ഞ് വന്നിട്ട് രമ്യ സിസ്റ്ററോട് നീ ചായ വെച്ചില്ലേ ഇത്രയും ചോദിച്ചാൽ മതി. അല്പം സൗണ്ട് കൂട്ടി നീ ചായ വെച്ചില്ലേ ഇത്രയും ചോദിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ഭയങ്കര ഒറ്റപ്പെടൽ. കാര്യം എന്താ? ഈ ഹൃദയം, ആ ഹൃദയം തിളക്കമുള്ള പ്യൂറായിട്ടിരിക്കുന്ന ഹൃദയമാണ്. ആ ഹൃദയത്തിലേക്ക് ഒരു അശുദ്ധി വന്ന, ചെറിയൊരു അശുദ്ധി വന്ന, ശ്യാം ബ്രദറിന്റെ അകത്തിരിക്കുന്ന ചെറിയൊരു കോപം വന്ന സഹിക്കാൻ പറ്റില്ല ഹൃദയം. എനിക്ക് ഈ ഹൃദയം കിട്ടിയപ്പോ ഞാൻ ദൈവത്തോട് ചോദിക്കാത്ത, ഞാൻ പലരും പാപം ചെയ്തു, ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് പുതിയ ഹൃദയമായി, പുതിയ ആത്മാവിൽ വന്നു. നോക്കിയപ്പോൾ ഭയങ്കര ഏകാന്തത. കാരണം ഹൃദയത്തിനകത്ത് ഒന്നുമില്ല, പ്യൂറാ. ആ ഒന്നുമില്ലാത്ത ഹൃദയത്തിനകത്ത് മറ്റു മനുഷ്യരുടെ അശുദ്ധികൾ, അവരുടെ അകത്തിരിക്കുന്ന കോപം, തിന്മയുടെ പ്രകടനങ്ങൾ എന്നിലേക്ക് വന്നപ്പോ കാണാൻ പറ്റും, സഹിക്കാൻ പറ്റും. ഇതുണ്ടോന്ന് നമ്മുടെയൊക്കെ ഹൃദയം ചിരട്ടനായി ഒട്ടിച്ചേർക്കുകയാണ്. അതുകൊണ്ട് തീ കത്തിച്ചറിയ വന്നൊന്ന് വചനത്തോട് ചിലരോട് പ്രതികരിക്കുന്നില്ല. ഞാനിത് അവസാനിപ്പിക്കും.